നമ്മൾ ഡെഡിക്കേറ്റഡ് ടു എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഈ ബർത്ത്ഡേ പരിപാടികളും കാര്യങ്ങളും ഡെഡിക്കേറ്റഡ് ടു പർട്ടിക്കുലർ ആളെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ എക്സ്ക്ലൂസീവ്ലി ഡെഡിക്കേറ്റഡ് ടു സിന്ധു സൂര്യകുമാർ ഏഷ്യാനെറ്റ്. അതിൻ്റെ സീനിയർ നേതാവാണ് അവർ. വളരെ വലിയ പോസ്റ്റിലിരിക്കുന്ന ആളാണ്. വലിയ സ്വാധീനമുള്ള ആളാണ്. ഏഷ്യാനെറ്റിലെ മാനേജ്മെൻറ്റ് കഴിഞ്ഞാൽ സെക്കൻഡ് ലെഫ്റ്റനൻ്റാണ്. കാരണം അവരുടെ കഴിവ് കൊണ്ടാണ്. അല്ല മറ്റിപ്പോൾ ഒരു സ്ത്രീ ആകുമ്പോൾ മറ്റൊരർത്ഥത്തിലൊന്നും ആരും എടുക്കരുത്. അവരുടെ കഴിവ് കൊണ്ട്, അവരുടെ കവർ സ്റ്റോറി പോലുള്ള പരിപാടികളുടെ കഴിവ് കൊണ്ട് തന്നെ അവർ കേരളത്തിൻ്റെ ബൗദ്ധിക മണ്ഡലത്തിൽ വലിയ ഒരു ഇടം നേടിയിട്ടുള്ള വനിതയാണ്. വലിയ നല്ല റിപ്പോർട്ടറാണ്, ആങ്കറാണ്. അതുകൊണ്ട് അവരോട് വലിയ റെസ്പെക്റ്റുമുണ്ട്. പക്ഷേ സിന്ധു സൂര്യകുമാറിൻ്റെ ചില ഒബ്സർവേഷൻസ് എന്ത് സംഭവിച്ചു എന്ന് ഇപ്പോൾ സിന്ധു സൂര്യകുമാർ മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. ഇപ്പോൾ അവർ എവിടെയാണ് കഴിഞ്ഞ കുറേ ദിവസമായി? അവർ കവർ സ്റ്റോറി ചെയ്തോന്നറിയില്ല. എന്തായാലും എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സിന്ധു സൂര്യകുമാർ മാത്രമല്ല. സ്മൃതി പരുത്തിക്കാട്, മാധു, അതുപോലെ തന്നെ നമ്മുടെ അടുപ്പൂട്ടി ചാനൽ, പിന്നെ അതുപോലെ തന്നെ മരമുറി ചാനൽ, പ്രധാന ചാനലുകളെല്ലാം കേരളത്തിൽ നടന്ന മഹാമാഹത്തെ കണ്ടില്ല എന്ന് നടിച്ചു. പക്ഷെ അവസാനം ആദ്യം മുതൽ ജനം ടി വിയും അമൃത ചാനലുമാണ് കുറേ അധികം അത് കവർ ചെയ്ത്, ബാക്കി സോഷ്യൽ മീഡിയയാണ് കംപ്ലീറ്റ് കവർ ചെയ്തത്. ഒന്നാമത്തെ ദിവസം ഒരു 1000-ന് താഴെ ആളുകളാണ് അവിടെ സ്നാനം ചെയ്തത്. അവസാന ദിവസം ആകുമ്പോൾ 25 ലക്ഷം ആളുകൾ അവിടെ സ്നാനത്തിന് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. തിരുനാവായ പോലുള്ളൊരു ചെറിയ സ്ഥലത്ത് 25 ലക്ഷം ആളുകൾ 7-8 ദിവസം കൊണ്ട് അവിടെ ഗംഗാ സ്നാനം പോലെ നിളാ സ്നാനത്തിന് എത്തണമെങ്കിൽ അത് ഒരു ജനതയുടെ മനസ്സിലിരിക്കുന്ന ആത്മീയതയും ദൈവിക ചിന്തയുമാണ്. അത് മതമല്ല. അതിനെ നിങ്ങൾ മതത്തിൻ്റെയും സംഘപരിവാറിൻ്റെയും RSSൻ്റെയും BJPയുടെയും ലേബലിൽ കൊണ്ട് കെട്ടരുത്. സിന്ധു സൂര്യകുമാറിനോട് പറയാനുള്ളതാണ്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേള, അതവിടെ കോൺഗ്രസ് ഭരിച്ചിരുന്നെങ്കിലും കുംഭമേള നടക്കുമായിരുന്നു. സിന്ധു സൂര്യകുമാർമാർ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ്സാണ് അവിടെ ഭരിച്ചത്. യോഗി ആദിത്യനാഥ് ഭരിച്ചത് കൊണ്ട് അതിന് വലിയ ഹൈപ്പുണ്ടായി. കാരണം അദ്ദേഹം ഹിന്ദുവാണ്, സന്യാസിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വലിയ ഹൈപ്പുണ്ടാവും, സ്വാഭാവികമാണ്. പിന്നെ രാജ്യം ഭരിക്കുന്ന BJP രാജ്യം ഭരിക്കുന്നു, നരേന്ദ്രമോദിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് സൗകര്യങ്ങൾ കൂടുതൽ ഒരുക്കുന്നതിലും ഗവൺമെൻറ് അത് ഓണപ്പ് ചെയ്യുന്നതിലും വലിയ ഒരു സാധ്യത കുംഭമേളയ്ക്കുണ്ട്. അതുകൊണ്ടാണല്ലോ 10-50 കോടി ആളുകൾ അവിടെ വന്നു പോയത്. എത്ര പേരാണ് മരിച്ചത്? വളരെ നാമമാത്രമായിട്ടുള്ള ആളുകൾ മരിച്ചു. സ്വാഭാവികമല്ലേ ഇത്രയും വലിയൊരു തിരക്ക്. വന്നവർ എന്താ ചെയ്തത്? അവർ ഗംഗാ നദിയിൽ ഇറങ്ങി സ്നാനം ചെയ്യുന്നു. കരയിൽ കയറി അവർക്കിഷ്ടമുള്ള, അവർ ആചരിച്ച് വന്ന, അവർ ഏത് പരമ്പരയിൽ നിന്നാണോ വരുന്നത്, ഏത് ആചരണത്തിലാണോ വരുന്നത്, അത് അവർ അവിടെ ആചരിച്ചിട്ട് പോകുന്നു. പാടുന്നവരുണ്ട്, ഡാൻസ് ചെയ്യുന്നവരുണ്ട്, പിന്നെ ആനന്ദ നൃത്തമാടുന്നവരുണ്ട്, സംഘഗാനം പാടുന്നവരുണ്ട്, ഭജന പാടുന്നവരുണ്ട്. അവരവിടെ സന്തോഷത്തിൽ ഭക്ഷണം കഴിച്ച് അന്നദാനവും കഴിച്ച് പോകുന്നവരാണ്. അവരെല്ലാവരെയും നിങ്ങൾ സംഘിയുടെ ചാപ്പകുത്തി BJPയും RSSുമാണ് ഇത് ചെയ്യുന്നതെന്നും അവരുണ്ട്. ഇപ്പോൾ സേവാഭാരതി ഉണ്ടല്ലോ, ഇവിടെ മഹാമാഹത്തിന് സേവാഭാരതി ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് അവിടുത്തെ ജില്ലാ കളക്ടർ 25 ലക്ഷം ആളുകൾ പങ്കെടുത്ത പരിപാടിയുടെ സംഘാടനത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും പരിപാടിയിൽ കളക്ടർ ചെല്ലണ്ടേ? ഒരു കലാപം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അവിടെ ഒരു അപകടം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഒരു ദുരന്തമുണ്ടായെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ചെന്നു. പക്ഷേ കളക്ടറുടെ ആളുകൾ എന്തിനാ ചെന്നതെന്നറിയാവോ? അവിടെ കെട്ടിയ പാലത്തെ തടസ്സപ്പെടുത്തിയിട്ട് റവന്യൂ വകുപ്പിനെ കൊണ്ട് അവിടെ നടത്തിക്കാതിരിക്കാൻ ചെന്നു. എങ്ങനെ ഭംഗിയായി നടത്തിക്കൊടുക്കാമെന്ന് കളക്ടർ പോയോ? ഈ ഗവൺമെൻറ്റിൻ്റെ ആളുകൾ അങ്ങോട്ട് പോയോ? ഗണേഷ് അഡീഷണലായി ട്രാൻസ്പോർട്ട് ബസ് ഇട്ടോ? ഇന്ത്യൻ റെയിൽവേ ഇട്ടു. ഗണേഷ് അഡീഷണലായിട്ട് ട്രാൻസ്പോർട്ട് ബസ് ഇട്ടോ? ഗണേഷേ, നിങ്ങൾ ഹിന്ദു വിശ്വാസിയല്ലേ? നിങ്ങൾ നായർ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡിലൊക്കെ ഉള്ള ആളല്ലേ? നിങ്ങൾ മുട്ടിന് ഹിന്ദുവിൻ്റെ കാര്യം പറയുന്ന ആളല്ലേ? ആ കെയർ ഓഫ് ലോട്ട് പിടിക്കുന്ന ആളല്ലേ? നിങ്ങൾ ബസ് ഇട്ടോ അഡീഷണലായിട്ട്? തിരുവനന്തപുരത്ത് നിന്ന് വല്ലതും തിരുനാവായിക്ക് എവിടെന്നെങ്കിലും ഇട്ടോ? ഇട്ടില്ലല്ലോ ഗണേഷ് കുമാറെ. എന്നിട്ട് ഇതെല്ലാം കൂടി നിങ്ങളാരും ചെയ്യുകയുമില്ല. ഹിന്ദു സമാജത്തിലുള്ളവർ അവരാരുടെയെങ്കിലും സഹായത്താൽ കാര്യങ്ങൾ ചെയ്താൽ ഉടൻ നിങ്ങൾ വരും സംഘിപ്പട്ടം കെട്ടാൻ, ചാപ്പ കുത്താൻ, RSS ആക്കാൻ, ചാണകമാക്കാൻ, സംഘിയാക്കാൻ. നിങ്ങൾ ഓർത്തോളൂ, ജനങ്ങളെയാകെ
ഇന്ത്യയിലെ ജനങ്ങളെ ആകെ സംഘിയാക്കാനോ ചാണകമാക്കാനോ ചാണകത്തിൽ വീഴ്ത്താനോ ഒന്നും നിങ്ങൾ വിചാരിച്ചാലും നടക്കില്ല. ഇനി സംഘപരിവാർ വിചാരിച്ചാലും എളുപ്പമല്ല, നടക്കത്തില്ല. ഗോതമ്പ് കൊടുക്കാം, അരി കൊടുക്കാം, ആശുപത്രിയിൽ കയറ്റാം, വിദ്യാഭ്യാസം കൊടുക്കാം, പള്ളിക്കൂടത്തിൽ കയറ്റാമെന്ന് പറഞ്ഞിട്ട് പോലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് ഒരാചാര്യനും പറയാതെ, ഒരു ഋഷിയും പറയാതെ, ഒരു നേതാവും പറയാതെ ഇന്ത്യയിലെ സനാതനധർമ്മത്തിലും ഹിന്ദുധർമ്മത്തിലും വിശ്വസിച്ച് ഇന്ത്യയിൽ താമസിച്ചത്. മുസ്ലിങ്ങളുടെ രാജാക്കന്മാർ ഒരുപാട് പേര് ഇവിടെ വന്നിരുന്നു. വന്നവരെല്ലാം അപകടകാരികളാണെന്ന് ഒരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ കുറേ അപകടകാരികളും ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങൾ തകർക്കണം, അങ്ങനെയൊക്കെയാണല്ലോ ബാബറി മസ്ജിദ് വിഷയമൊക്കെ വരുന്നത്. ക്ഷേത്രങ്ങൾ തകർക്കണം. സോമനാഥ് ക്ഷേത്രം എത്ര തവണയാണ് തകർത്തത്? അതിൻ്റെ ഇപ്പോൾ 1000 വർഷമായി ആദ്യം തകർത്തതിൻ്റെ. എത്ര തവണയാണ്, എത്ര ക്ഷേത്രങ്ങളാണ് കേരളത്തിലില്ലാതായത്? തിരുനാവായ, ലോഹനാർക്കാവൊക്കെ എവിടെയാണ് കേരളത്തിൽ? വലിയ തോതിലാണ് കേരളത്തിലും ഇന്ത്യയിലും നിങ്ങൾ ആത്മീയതയെയും സനാതനധർമ്മത്തെയും ചവിട്ടാൻ തീരുമാനിച്ചത്. ആത്മീയതയും സനാതനധർമ്മത്തെയും നിങ്ങൾ ചവിട്ടിയപ്പോൾ, നിങ്ങൾ പകരം ഇന്ത്യൻ ആത്മീയത കാണാതെ പോയപ്പോൾ കാറൽ മാർക്സിന് പോലും കാണാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ദുരന്തം വേറെ വലുതാണ്. അതാണ് പന്ന്യൻ രവീന്ദ്രനും പിന്നെ മുല്ലക്കര രത്നാനും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. രാമായണവും ഗീതയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അത് പഠിക്കണം, പഠിപ്പിക്കണമെന്നൊക്കെ. അപ്പോൾ ഇന്ത്യൻ ആത്മീയതയും ഇന്ത്യയിലെ സനാതന ധർമ്മവും ഒന്നും മനസ്സിലാക്കാതെ അതിനെല്ലാം ഒരു സംഘിപ്പട്ടം കൊടുത്ത്, ചാപ്പ കുത്തി, ചാണകപ്പട്ടം കൊടുത്ത് അപ്പുറത്തേക്ക് തള്ളി നിങ്ങൾ കൊണ്ടുപോയപ്പോൾ, അവിടെ കുംഭമേള നടന്നപ്പോൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കോടാനുകോടി ആളുകളാണ് കുംഭമേളയ്ക്ക് പ്രയാഗ്രാജിൽ വന്നത്. അവരെല്ലാം സംഘികളാണോ, BJPക്കാരാണോ, RSSകാരാണോ? ഒന്നുമല്ല. അവരെല്ലാം ഹിന്ദുക്കളാണ്. ജന്മം കൊണ്ട്, നാമം കൊണ്ട് ഹിന്ദുക്കളാണ്. അവരുടെ ഉള്ളിലൊരു ആത്മീയ ചൈതന്യം കിടപ്പുണ്ട്. അവർ വിശ്വാസികളാണ്. അവർ കൂടും. പോകുന്നിടത്തൊക്കെ അവർ ഇതുപോലത്തെ പരിപാടികൾ നടന്നാൽ അവിടെ ഓടിയെത്തും. അതിൽ IASകാരനുണ്ട്, IPSകാരനുണ്ട്, പണ്ഡിതനുണ്ട്, പാമരനുണ്ട്, ലെക്ചറുണ്ട്, പ്രൊഫസറുണ്ട്, വളരെ സാധാരണ ജനങ്ങളുണ്ട്, ഒരു വിദ്യാഭ്യാസവും കിട്ടാത്ത സാധാരണ ജനങ്ങളുണ്ട്. എല്ലാവരുടെയും ഉള്ളിലുള്ളൊരു ആത്മീയ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഒരു ചോദനയുള്ളത് കൊണ്ടല്ലേ, ഒരു ആത്മചൈതന്യം വേണം, ഒരു ആത്മീയ ചിന്ത ഉള്ളത് കൊണ്ടാണല്ലോ 25 ലക്ഷം ആളുകൾ വളരെ ചെറിയൊരു പട്ടണത്തിൽ ഒത്തുകൂടിയത് 4-5 ദിവസമായിട്ട്. ഇത് സിന്ധു സൂര്യകുമാർ ആഴത്തിൽ വിശകലനം ചെയ്യണം. അവിടെ നിങ്ങൾ കയറിയിരുന്ന് സംഘപരിവാറിന് ആളെ കൂട്ടിക്കൊടുക്കുന്നു, BJPക്ക് ആൾ കൂടുന്നു, RSSന് ആൾ കൂടുന്നു, സേവാഭാരതി വരുന്നു, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞാലൊന്നും ഇത് തീരില്ല. സിന്ധു സൂര്യകുമാറെ, തീരില്ല. മറ്റുള്ളവരടുത്ത് ഇത് ഞാൻ പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ കാലത്തിൻ്റെ ഒരു കാവ്യനീതി പോലെ അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇവിടെ ആദിശങ്കരൻ മുതൽ, ശങ്കരാചാര്യർ മുതൽ, ശ്രീനാരായണ ഗുരുദേവനിൽ തുടങ്ങി ചട്ടമ്പി സ്വാമികൾ, അയ്യ വൈകുണ്ഠസ്വാമികൾ, അയ്യ തൈക്കാട് അയ്യാഗുരു തുടങ്ങി സ്വാമി ദയാനന്ദ സരസ്വതി, സത്യാനന്ദ സരസ്വതി, ചിന്മയാനന്ദ സരസ്വതി, ചിന്മയാനന്ദ സ്വാമികൾ, അങ്ങനെ നൂറായിരക്കണക്കിന് സ്വാമിമാരുടെയും ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ കൊളത്തൂർ അദ്വൈതാശ്രമത്തിലെ ചിദാനന്ദപുരി സ്വാമി തൊട്ടിപ്പോൾ ഉണ്ടല്ലോ, മദാമൃതയമ്മ, അങ്ങനത്തെ കുറേ ആളുകളുണ്ട്. ഒരുപാട് ആചാര്യന്മാരിപ്പോൾ ഉണ്ട്. അതിൻ്റെ എല്ലാം കൾമിനേഷൻ എന്നുള്ള നിലയിൽ ഭാരതീവനം ആനന്ദ സ്വാമികൾ എന്ന് പറയുന്ന സ്വാമികളിവിടെ വന്നിട്ടുണ്ട്. സ്വാമികളുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും കേരളത്തിൽ എന്ത് നടക്കാൻ പോവുകയാണ്? മഹാമാഘങ്ങളും കുംഭമേളകളുമൊക്കെ, ഇടയ്ക്കിടയ്ക്ക് കുംഭമേളയും മഹാമാഘങ്ങളും നടക്കാൻ പോവുകയാണ്. ഇത് കേരളത്തിൽ സംഭവിക്കുകയാണ് നമ്മുടെ കൺമുന്നിൽ. അതിനെയും നിങ്ങൾ ചാണകമാണ്, സംഘിയാണ്, കേരളം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭ്രാന്താലയമാണെന്നൊക്കെ പറഞ്ഞ് കളയരുത്. ലാസ്റ്റ് വേർഡെന്ന് പറഞ്ഞോട്ടെ. ഒരു സുധീർ, NE സുധീർ എന്ന് പറയുന്ന ഒരാൾ സാഹിത്യകാരനാണ്. അദ്ദേഹം അത്യാവശ്യം എഴുതുകയൊക്കെ ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്, അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, കേരളം ഭ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. അത് തിരിച്ചു വരികയാണോ തിരുനാവായിലൂടെ? മിസ്റ്റർ സുധീർ, താങ്കൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്വാമി വിവേകാനന്ദൻ 2 കോൺടെസ്റ്റിലാണ് ഭ്രാന്താലയത്തെക്കുറിച്ചുള്ള ചർച്ച പറയുന്നത്. 2 കോൺടെസ്റ്റിലും പറയാൻ കാരണം, സാധാരണ പാച്ചനെന്നും രാഘവനെന്നും ഗോപാലനെന്നും പേരുണ്ടായിരുന്ന പാവപ്പെട്ട പിന്നോക്ക വിഭാഗക്കാരൻ ഐത്തത്തിൻ്റെയും പിന്നെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയുടെയും ഭാഗമായി വരേണ്യവർഗം മാറ്റി നിർത്തിയപ്പോൾ
അവർ ജോസഫ് ആയാൽ, ഹിന്ദുമതം വിട്ട് ക്രിസ്ത്യ മതത്തിൽ പോയി ജോസഫോ പൗലോസോ ഔസേപ്പോ ആയാൽ അവർ പിന്നെ സമൂഹത്തിൽ മാന്യനാവുന്നു. അവിടെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, അത് ഭ്രാന്താലയം എന്ന് പറഞ്ഞത്, കേരളത്തിൽ ഹിന്ദുവായി ജനിച്ച ആളിന് ഹിന്ദുവായി ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ പറഞ്ഞ ഒരിതാണ്. അവർ ക്രിസ്ത്യാനിയാകുമ്പോൾ നിങ്ങൾ അംഗീകരിക്കുന്നു, ഹിന്ദു ആയിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനു തള്ളിക്കളയുന്നു എന്ന് ചോദിച്ചതാണ്. അതാണ് കോണ്ടസ്റ്റ് ഭ്രാന്താലയത്തിൻ്റെ. ആ കോണ്ടസ്റ്റിനെ എടുത്ത് കോണ്ടസ്റ്റിൽ നിന്ന് മാറ്റി അങ്ങനെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വിവേകാനന്ദനെയും കൂടി ഇതിനകത്ത് വലിച്ചിട്ട് കളിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടെ ഈ മണ്ണ് സ്പിരിച്വാലിറ്റിയുടെ മണ്ണാണ്, ഇന്ത്യൻ മണ്ണും അതിൻ്റെ മണ്ണാണ്. താല്പര്യമുള്ളവർക്ക് നിൽക്കാം, അല്ലാത്തവർക്ക് നിങ്ങൾക്ക് വിമർശിച്ചുകൊണ്ടിരിക്കാം. എന്തായാലും വിമർശിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇതാ അകല നടന്നതിനെ ആക്രമിച്ചപ്പോൾ, അയലത്ത് നടന്നതിനെ ആക്രമിച്ചപ്പോൾ അത് അരികത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയണം. അരികത്തായാലും അകലത്തായാലും ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ഈ സ്പിരിച്വാലിറ്റി ഉണ്ട്. അതാരും ഉണ്ടാക്കിയതല്ല, സ്വയം ഉള്ളതാണ്. മാനവരാശി ഉള്ളിടത്തോളം കാലം അത് കാണുകയും ചെയ്യും.